ഇന്ന് രാവിലെ കുറച്ച് ചിക്കൻ പാർട്സ് വാങ്ങിച്ചു. അപ്പൊ പിന്നെ വിചാരിച്ചാൽ പിന്നെ പെട്ടെന്ന് തന്നെ കറി വെക്കും, ഇനി വൈകുന്നേരത്തിന് വെക്കണ്ടല്ലോ, കാരണം കുട്ടികളൊക്കെ വീട്ടിലുണ്ട്. അപ്പൊ പിന്നെ രാവിലെ തന്നെ അതിനുള്ള പണി മുറിക്കലും തരക്കലും കണ്ടപ്പോൾ മോനും കൂടി വന്ന് എന്നോട് ചോദിച്ചു, അപ്പൊ ഞാനും മുറിച്ചിടാന്നൊക്കെ. സവാളൊക്കെ അരിയാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമ്മുടെ ചോപ്പറിലിട്ടിട്ട് ഇങ്ങനെ അരിയും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ചെയ്യുന്നത്, ഞാനും മോനുമാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവന് ചെറിയ തൊണ്ടക്ക് പ്രശ്നമുണ്ട്, ഞാൻ അവനെ ഇന്ന് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ആൾ തന്നെയാണ് എനിക്ക് വന്നിട്ട് ഓരോന്ന് ചെയ്തു തരുന്നത്. പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇടേണ്ട കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തു. കാരണം ഉപ്പ് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട്, അത്രയ്ക്കൊന്നും പെർഫെക്റ്റ് ആയിട്ടില്ലല്ലോ. എന്നാലും ആൾ തന്നെയാണ് ഏകദേശം എടുത്തിട്ട് ഇട്ടത്. ഞാൻ പറഞ്ഞ ഓക്കെ ഇട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഇട്ടു. ഉപ്പ് പിന്നെ പൊടികൾ, നമ്മുടെ മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, അങ്ങനത്തെ ഇറച്ചിക്ക് വേണ്ട സാധനങ്ങളും ഒക്കെ ആൾ തന്നെയാണ് ഇട്ടത് കേട്ടോ. ഒക്കെ അവൻ സെറ്റാക്കി. എനിക്ക് ഭയങ്കര പ്രൗഡ് ഫീൽ ആണ് തോന്നിയത്. കാരണം നമ്മൾ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ അടുക്കളയിൽ വന്നിങ്ങനെ നോക്കി നിൽക്കാറുണ്ട്, പഠിക്കാനൊക്കെ വരുമ്പോൾ അടുത്തിട്ട് ഇങ്ങനെ വന്നു നിന്നിട്ട് ഞാൻ ചെയ്യുന്നതൊക്കെ നോക്കാറുണ്ട്. അവൻ തന്നെയാണ് ഒറ്റയ്ക്ക് ചെയ്തത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇഷ്ടമെന്ന് പറയുമ്പോൾ എനിക്ക് നല്ല പ്രൗഡ് ഫീലായി. നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ആള്, വലിയ കുഴപ്പമൊന്നുമില്ല. കുരുമുളക് കൂടെയൊക്കെ ആളിനെ ചേർത്താൽ ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ ആളിനെ ആളുടെ ഇഷ്ടത്തിന് ചേർത്തിട്ടുണ്ട്. എന്തായാലും സൂപ്പറായി, എനിക്കിഷ്ടമായി. അപ്പം എല്ലാ പൊടികളും വഴണ്ടതിന് ശേഷം തക്കാളിയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ ചിക്കൻ പാർട്സും ഉരുളക്കിഴങ്ങും കൂടി ഇടുന്നുണ്ട് കേട്ടോ, അതും കൂടി ഇട്ടിട്ടുണ്ട്. ആകെ ഒരു പോരായ്മ എന്ന് വെച്ചാൽ ചെറിയ ചട്ടിയായിപ്പോയി ഞാൻ എടുത്തത്. സാറിന് ഇന്ത്യയിലത്തിന്റെ ചട്ടിയിൽ വെക്കുന്ന സാധനം, ചീന ചട്ടിയിൽ വെക്കുന്ന സാധനം ഞാനിന്ന് ചെറിയൊരു ചട്ടിയിലായിപ്പോയി. അതാണ് ഒരു പോരായ്മയായിട്ടുണ്ടായത്. കാരണം പുറത്തിങ്ങനെ പൂവ് ഇളക്കുമ്പോൾ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അവനത് അഡ്ജസ്റ്റ് ആക്കി ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നമ്മളെ മക്കളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ട് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾക്ക് പ്രൗഡായിട്ടുള്ള ഫീലിംഗ് തന്നെ തരും അല്ലേ. ഓരോ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോഴേക്കും നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ്. ഒറ്റയ്ക്ക് ഗ്യാസ് എടുത്ത് പോയി ഞാൻ സമ്മതിക്കാറില്ല. ഞാൻ ഉണ്ടാകുമ്പോൾ മാത്രം ഗ്യാസ് ആള് ഓപ്പറേറ്റ് ചെയ്യാറുണ്ട്, ഞാൻ ശ്രദ്ധിക്കും കൂടെ തന്നെ പോയിട്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ വീട്ടിൽ മുട്ടയൊക്കെ വാങ്ങിക്കൊണ്ടാണെങ്കിലും മുട്ടയൊക്കെ എല്ലാവർക്കും ഓംലേറ്റ് അടിച്ചെടുക്കാൻ ഇഷ്ടമാണ്. ഓംലേറ്റ് അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അപ്പൊ അടിച്ച് എല്ലാവർക്കും കൊണ്ടുതരും കേട്ടോ. മുട്ട വാങ്ങുമ്പോൾ അമ്മ ഓംലെറ്റ് ആക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ വയ്യാലെ വരും. അങ്ങനെയൊക്കെയാണ്. ഇത് മാത്രമല്ല, പാത്രം കഴുകുക, ചില സമയങ്ങളിൽ അടിച്ചു വാരിതരിക, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ എൻ്റെ കൂടെ നിന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് കേട്ടോ. രണ്ടുപേരും 10 വയസ്സും 2 വയസ്സുള്ള 10 വയസ്സും 7 വയസ്സുള്ള മക്കളാണ് എനിക്കുള്ളത്. അപ്പൊ രണ്ടുപേരും ഇതുപോലെയാണ്. അത് കഴിഞ്ഞ് രാത്രി ആകുമ്പോഴത്തേക്കും മോന് നല്ല പനിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അച്ഛനെ കൊണ്ട് ആ ചിക്കനൊക്കെ തീറ്റിച്ച് നല്ല അഭിപ്രായം എല്ലാവരും പറഞ്ഞപ്പോൾ ആൾ ഒന്നും കൂടി പ്രൗഡ് ഫീൽ ആയി. പക്ഷെ എന്താ കാര്യം, നല്ല പനി വന്നു, നല്ല മഴയായിരുന്നു. എന്തായാലും മോനെ കൊണ്ട് പോവാതിരിക്കാൻ പറ്റില്ല നമുക്ക്. രാത്രി ഇനി പനി കൂടിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും ഏട്ടനും മോനും കൂടി പോയിട്ടുണ്ട്. മോള് വീട്ടിൽ ആണുള്ളത്. അതിനുശേഷം ഞങ്ങൾ പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ചായ കുടിച്ചു. തൊണ്ടയ്ക്ക് ഒരു അമ്മ ഇത്തിരി ചായ വാങ്ങിച്ചല്ലോ, തൊണ്ടയ്ക്ക് ഒരു സുഖം കിട്ടാൻ. അപ്പൊ ഇത്തിരി ചായ ഒക്കെ കുടിച്ച് മോൾക്കുള്ളൊരു പാഴ്സൽ വാങ്ങി. അപ്പൊ അത്രേ ഉള്ളൂ.